തിയറം 9.4.3 ബനാക്-സ്റ്റെയിൻഹോസ് തിയറം. നെയ്മഡ് ആണിത്. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് നോക്കാം. ലെറ്റ് എ ആൽഫ ഫ്രം എക്സ് ടു വൈ be a family of bounded operators between two Banach spaces x and y, and assume that for any x belongs to x there exists cx greater than 0 such that supremum over alpha norm a alpha x less than or equal to cx. Then there exists c greater than 0 such that norm of a alpha x less than or equal to c norm x for every x and any a alpha from the family. This means that the set of operators a alpha is a bounded set in L of x. അപ്പോൾ നമ്മുടെ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ട് പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എ ആൽഫ എന്ന് പറയുന്നത് ഫാമിലി ഓഫ് ബൗണ്ടഡ് ഓപ്പറേറ്റേഴ്സ് ആണ്. ഇനി അതിലത്തെ ഏതൊരു എക്സ് എടുത്തു കഴിഞ്ഞാലും അവിടെ ഒരു സി എക്സ് ഉണ്ടായിരിക്കും. അതായത് ഫോർ എവറി എക്സ് ദർ എക്സിസ്റ്റ് സി എക്സ് സച്ച് ദാറ്റ് എങ്ങനെ സുപ്രീമം ഓവർ ആൽഫ നോം എ ആൽഫ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി എക്സ്. അങ്ങനെയാണ്. അപ്പോൾ അവിടെ എന്തായിരിക്കും, ഒരു സി ഉണ്ടായിരിക്കും, സി ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് നോം ഓഫ് എ ആൽഫ എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി എക്സ് ഫോർ എവറി എക്സ് ആൻഡ് എനി എ ആൽഫ ഫ്രം ദ ഫാമിലി. അതാണ് നമുക്ക് കാണിക്കേണ്ടത്. അതായത് ദർ എക്സിസ്റ്റ് എ സി ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് നോം എ ആൽഫ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി നോം എക്സ് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രൂഫ് നോക്കാം. ഇതിൻ്റെ പ്രൂഫിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ആദ്യം ഒരു ഫംഗ്ഷൻ മ്യൂ ഓഫ് എക്സ് ഡിഫൈൻ ചെയ്യുകയാണ്. അതിങ്ങനെയാണ്: മ്യൂ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു സുപ്രീമം ഓവർ ആൽഫ നോം എ ആൽഫ എക്സ് എന്നാണ് നമ്മളിവിടെ ഡിഫൈൻ ചെയ്യുന്നത്. ഇനി ഈ മ്യൂ ഓഫ് എക്സ് വെൽ ഡിഫൈൻഡ് ആണെന്നാണ് ഈ ബ്രാക്കറ്റിൽ കാണിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞുതരാം. എസ് എ ആൽഫ എന്ന് പറയുന്നത് ഒരു ബൗണ്ടഡ് ഓപ്പറേറ്റേഴ്സിൻ്റെ ഫാമിലി ആയതുകൊണ്ട് നമുക്ക് എങ്ങനെയെന്ന് പറയാൻ പറ്റും. നോം എ ആൽഫ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ നോം എക്സ് എന്ന് എഴുതാൻ പറ്റും. ദിസ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി എക്സ് ഫോർ എവറി എക്സ്. ഇങ്ങനെയാകുമ്പോൾ എന്താണ്, സുപ്രീമം ഓവർ ആൽഫ നോം എ ആൽഫ എക്സ് എക്സിസ്റ്റ് ഫോർ എനി എക്സ്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, മ്യൂ ഓഫ് എക്സ് വെൽ ഡിഫൈൻഡ് ആണെന്ന് പറയാൻ പറ്റും. ഇനി നമ്മൾ തിയറം 9.4.2 ഇതിന് തൊട്ട് മുന്നത്തെ തിയറുണ്ട്. അതിൽ കുറച്ച് കണ്ടീഷൻസ് പറയുന്നുണ്ട് ആ തിയറത്തിൻ്റെ ഭാഗമായിട്ട്. ആ കണ്ടീഷൻസൊക്കെ നമ്മുടെ മ്യൂ സാറ്റിസ്ഫൈ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെയാണ് നമ്മളിനി ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ അതിൻ്റെ കണ്ടീഷനാണ് എന്ത്, ആദ്യം പ്രൂവ് ചെയ്യാൻ പോകുന്നത് മ്യൂ ഓഫ് ലാംഡ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലാംഡ മ്യൂ ഓഫ് എക്സ് ആണോ എന്നാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ നോം എ ആൽഫ ഓഫ് ലാംഡ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു, ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഉള്ളിലത്തെ ലാംഡേനെ ആദ്യം അറ്റത്തേക്ക് കൊണ്ടുവരാം. നോം ഓഫ് ലാംഡ ഓഫ് എ ആൽഫ ഓഫ് എക്സ്. ഇനി ഈ ലാംഡേനെ നമുക്ക് പുറത്തേക്ക് എടുക്കാം, നോമിൻ്റെ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇസ് ഈക്വൽ ടു നോം ഓഫ് ലാംഡ ഓഫ് നോം ഓഫ് എ ആൽഫ എക്സ് എന്ന് കിട്ടും. ഇനി മ്യൂ ഓഫ് ലാംഡ ഓഫ് എക്സ് നമ്മളെങ്ങനെ, ഇനി മ്യൂ ഓഫ് ലാംഡ ഓഫ് എക്സ് എങ്ങനെയായിരിക്കും, ഓൾറെഡി നമ്മൾ മ്യൂ ഓഫ് എക്സ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തത്, മ്യൂ ഓഫ് എക്സ് ഇതാണ് മ്യൂ ഓഫ് എക്സ്. മ്യൂ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു സുപ്രീമം ഓവർ ആൽഫ നോം എ ആൽഫ എക്സ്. അപ്പോൾ മ്യൂ ഓഫ് ലാംഡ ഓഫ് എക്സ് എങ്ങനെയായിരിക്കും, മ്യൂ ഓഫ് ലാംഡ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു സുപ്രീമം ഓവർ ആൽഫ നോം എ ആൽഫ ഓഫ് ലാംഡ ഓഫ് എക്സ്. എക്സിൻ്റെ പകരം ലാംഡ ഓഫ് എക്സ് എന്ന് വന്നു. ഇനി അതിനെ സുപ്രീമം ഓവർ ആൽഫ നമുക്ക് ഇതിനെ നമ്മൾ നേരത്തെ തന്നെ എങ്ങനെയാണ് എഴുതി, ലാംഡ ഓഫ് നോം ഓഫ് എ ആൽഫ എക്സ് എന്ന് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ എഴുതി. ഇനി ഈ ലാംഡേനെ പുറത്തേക്ക് വെച്ചു. ലാംഡ ഓഫ് സുപ്രീമം ഓവർ ആൽഫ നോം എ ആൽഫ എക്സ്. ഇനി ഈ സംഭവം, അതായത് മ്യൂ ഓഫ് എക്സ് നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു, മ്യൂ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു സുപ്രീമം ഓവർ ആൽഫ നോം എ ആൽഫ എക്സ് എന്നായിരുന്നു. അപ്പോൾ അതിനെ മ്യൂ ഓഫ് എക്സ് അങ്ങോട്ട് എഴുതി വെച്ചു. അപ്പോൾ നമുക്ക് എന്തായി, therefore മ്യൂ ഓഫ് ലാംഡ ഓഫ് എക്സ് എന്താന്ന് കിട്ടി, ലാംഡ ഓഫ് മ്യൂ ഓഫ് എക്സ് ഫോർ ലാംഡ ഗ്രേറ്റർ ദാൻ 0 എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നേരത്തെ വിചാരിച്ച് വെച്ച ഈ ഫസ്റ്റത്തെ കണ്ടീഷൻ നമുക്ക് ശരിയാന്ന് കിട്ടി. ഈ മ്യൂ ഓഫ് ലാംഡ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലാംഡ മ്യൂ ഓഫ് എക്സ് എന്ന് കിട്ടി. ഇനി നമ്മൾ അടുത്തത് കാണിക്കാൻ പോവാണ്, എന്ത്, മ്യൂ ഇസ് പെർഫെക്റ്റ്ലി കോൺവെക്സ് എന്നാണ് ഇനി അടുത്തത് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, എക്സിന് എടുത്തു. അത് എക്സ് എന്ന് പറയുന്നത് ഒരു ബൗണ്ടഡ് സീക്വൻസ് ഓൺ എക്സ് ആണ്.
ബൗണ്ടഡ് സീക്വൻസ് ഓൺ എക്സ് ആൻഡ് അവിടെ ഒരു ഇതിൻ്റെ കുറച്ച് ഭാഗം പോയിട്ടുണ്ട്. an ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഉണ്ട്. അവിടെ ഒരു an ഉണ്ട് അവിടെ ഗ്രേറ്റർ ദാൻ 0 കാണുന്നില്ല അല്ലേ? ഏതൊരു an greater than 0 ഉണ്ട് such that sigma over n equal to 1 to infinity an equal to 1 എന്ന രീതിയിൽ. then for any alpha നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? norm of a alpha of sigma n equal to 1 to infinity an xn നമുക്ക് എന്താക്കാം? ഇതിൻ്റെ ഉള്ളിൽ സിഗ്മ നമുക്ക് പുറത്തേക്ക് നോമിൻ്റെ ഉള്ളിൽ തന്നെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ആദ്യം കൊണ്ട് നോക്കാം സിഗ്മ ഓവർ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി an a ആൽഫ ഓഫ് എക്സ് എൻ. ഇനി ഇതെന്തായിരിക്കും? ഓൾവേസ് നമ്മൾ ഇനി സിഗ്മേനെ പുറത്തേക്ക് എടുത്തു, നോമിൽ നിന്ന് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ അതെന്താവും? ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിഗ്മ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി an നോം a ആൽഫ ഓഫ് എക്സ് എന്നാവും. ഇനി ഇതെന്തിനെക്കാട്ടും കുറവായിരിക്കും? എന്തായാലും ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിഗ്മ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി an സുപ്രീമം ഓവർ ആൽഫ നോം a ആൽഫ എക്സ് എൻ ആയിരിക്കും. ഈ സുപ്രീമം ഓവർ ആൽഫ നോം a ആൽഫ എക്സ് എൻ എന്താണ്? മ്യൂ ഓഫ് എക്സ് എൻ ആണ്. മ്യൂ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ട് അത് മ്യൂ ഓഫ് എക്സ് എൻ ആണ്. അപ്പോൾ ഈസ് ഈക്വൽ ടു സിഗ്മ ഓവർ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി an മ്യൂ ഓഫ് എക്സ് എന്ന് നമ്മളതിന് എഴുതി. നമ്മളത് എന്താക്കാൻ പോവാണ്? സുപ്രീമം ഓവർ ആൽഫ നോം a ആൽഫ ഓഫ് സിഗ്മ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി an എക്സ് എൻ എന്തിനെക്കാട്ടും ചെറുതാണ്? ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിഗ്മ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി an മ്യൂ ഓഫ് എക്സ് എൻ ആണെന്ന് എഴുതാൻ പോവാണ്. ഇല്ല ആണ്. അപ്പോൾ എന്തായത്? therefore മ്യൂ ഓഫ് സിഗ്മ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി an എക്സ് എൻ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിഗ്മ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി an മ്യൂ എക്സ് എന്ന് കിട്ടി. അപ്പോൾ എന്താണെന്ന് കിട്ടി? പെർഫെക്റ്റ്ലി കോൺവെക്സ് ആവുന്ന കണ്ടീഷൻ നമുക്ക് ശരിയായി. അപ്പോൾ ബൈ ദ തിയറം 9.4.2 ആ തിയറം വെച്ചിട്ട് അവിടെ ഒരു സി ഗ്രേറ്റർ ദാൻ 0 എക്സിസ്റ്റ് ചെയ്യും സച്ച് ദാറ്റ് മ്യൂ ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി നോം എക്സ്. അതിവിടെ ഇല്ല അല്ലേ? അത് ഇവിടെയാണത് വരിക. മ്യൂ ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി നോം എക്സ് ആണ്. സി നോം എക്സ് എന്ന് വരും. therefore supremum over alpha norm a alpha x less than or equal to cx എന്ന് നമുക്ക് എഴുതാൻ പറ്റും. for any x belongs to x therefore there exists c greater than 0 such that norm of a alpha x less than or equal to c norm x for every x belongs to x എന്ന് കിട്ടി. അപ്പോൾ അതായിരുന്നു നമുക്ക് ബനാക് സ്റ്റെയിൻഹോസ് തിയറത്തിന് വേണ്ടിയിരുന്നത്. ഒരു സി ഗ്രേറ്റർ ദാൻ 0 ഉണ്ടായിരിക്കണം ആൻഡ് നോം ഓഫ് എ ആൽഫ ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി നോം എക്സ് എന്നായിരുന്നു കിട്ടേണ്ടത്. അറ്റ് ലാസ്റ്റ് നമുക്കത് കിട്ടി. ഒരു സി ഗ്രേറ്റർ ദാൻ 0 ആൻഡ് നോം ഓഫ് എ ആൽഫ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി നോം എക്സ് കിട്ടുകയും ചെയ്തു. ഈ തിയറത്തിന് ബനാക് സ്റ്റെയിൻഹോസ് എന്നല്ലാണ്ട് യൂണിഫോം ബൗണ്ടഡ്നെസ് പ്രിൻസിപ്പിൾ എന്നും പറയും ഈ തിയറത്തിന്. അതാണ് ഏറ്റവും ലാസ്റ്റ് കൊടുത്തേക്കുന്ന ആ വരി. നെക്സ്റ്റ് കൊറോളറിയാണ്. കൊറോളറി 9.4.4. അത് പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. let x be a Banach space over the field f which is either R or C. Let a subset of x star be a set of bounded linear functionals such that for every x belongs to x the set f of x where f belongs to a is bounded. That is, for every x belongs to x there exists a constant cx such that supremum f belongs to a ഇതുണ്ടല്ലോ, ഇവിടെ മോഡല്ല നോമാണ് കേട്ടോ. ഞാൻ എഴുതി വന്നപ്പോൾ തെറ്റെത്തിയതാണ്. സുപ്രീമം ഓവർ എഫ് ബിലോങ്സ് ടു എ നോം ഓഫ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി എക്സ് എന്നാണ് വരുന്നത്. ഞാൻ എഴുതി വന്നപ്പോൾ ഒന്ന് തെറ്റെത്തിയതാണ്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്തോളൂ. അപ്പോൾ സച്ച് ദാറ്റ് സുപ്രീമം എഫ് ബിലോങ്സ് ടു എ നോം എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി എക്സ് ദെൻ എ ഈസ് ബൗണ്ടഡ് സെറ്റ് ഇൻ എക്സ് സ്റ്റാർ.
അതായത് ദർ എക്സിസ്റ്റ് എ കോൺസ്റ്റൻറ്റ് സി സച്ച് ദാറ്റ് നോം എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ഫോർ എനി എഫ് ബിലോങ്സ് ടു എ എന്നാണ് നമുക്ക് കാണിക്കുന്നത്. നമുക്ക് സുഖമായിട്ട് പറയാം, കാരണം 9.4.3 വെച്ചിട്ട് ഇത് സുഖമായിട്ട് പറയാം. കാരണം അതിൽ പറയുന്നത് എന്താണ്, അവിടെ ഫാമിലി ഓഫ് ബൗണ്ടഡ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ആൻഡ് അവിടെ ഏതൊരു എക്സിനും ഒരു സി എക്സ് ഉണ്ടായിരിക്കും. ആൻഡ് സുപ്രീമം ഓവർ ആൽഫ നോം എ ആൽഫ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി എക്സ് ആണ്. ഇവിടെ നമുക്കതുപോലെ സുപ്രീമം എഫ് ബിലോങ്സ് ടു എ നോം എഫ് ഓഫ് എക്സ് ഉണ്ട്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി എക്സ് എന്നുള്ള കണ്ടീഷൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു സി ഉണ്ടായിരിക്കും. അതായത് 9.4.3 വെച്ചിട്ട് നമുക്ക് അവിടെ ഒരു സി ഉണ്ടെന്ന് പറയാൻ പറ്റും. ആൻഡ് അതെങ്ങനെയിരിക്കും തിയറം വെച്ചിട്ട്, നോം ഓഫ് എ ആൽഫ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി നോം എക്സ് എന്നാണ്. ഇവിടെ വരുമ്പോൾ അതെന്തായിരിക്കും, നോം ഓഫ് എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി. കാരണം ഇവിടുത്തെ സുപ്രീമത്തിൻ്റെ അവിടെ കിടക്കുന്ന നോം എന്താ, നോം എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി എക്സ് എന്നാണ്. അതിവിടെ വരുമ്പോൾ നോം എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി എന്ന് കിട്ടി. അതായത് നമുക്ക് സുഖമായിട്ട് ഇത് കിട്ടാം. അല്ലെങ്കിൽ ഞാൻ ഒന്ന് പറഞ്ഞുതരാം. ഹെൻസ് ദർ എക്സിസ്റ്റ് സി ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് നോം ഓഫ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി നോം എക്സ് ഫോർ എവറി എക്സ് ആൻഡ് എനി എഫ്. അതായത് സുപ്രീമം ഓവർ നോം എഫ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എക്സ്. ഇവിടുത്തെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോം എക്സ് ഈക്വൽ ടു 1 ആണ്. അതുകൊണ്ടാണ് നമ്മുടെ ഇവിടേക്ക് വന്നപ്പോഴത്തേനും സി മാത്രമായത്. മറ്റോടത്ത് സി നോം എക്സ് എന്നായിരുന്നു. ഇവിടുത്തെ നോം എക്സ് 1 ആണ് അതിൻ്റെ വാല്യൂ. അതുകൊണ്ട് പിന്നെ നോം എക്സ് എന്നുള്ളത് അവിടെ ഇല്ലാണ്ട് സി മാത്രമായിരുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായി, സുപ്രീമം ഓവർ നോം എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി നോം എക്സ് എന്നായിരുന്നു വേണ്ടത്. അതിപ്പോൾ എന്തായി, നോം എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി എന്നായി. ഇത്രയേ ഉള്ളൂ, കൊറോളറി കഴിഞ്ഞു. ജസ്റ്റ് നമ്മുടെ ആ 9.4.3 ഒന്ന് അപ്ലൈ ചെയ്യാൻ വേണ്ടി അത്രയും മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഇതിന് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നെക്സ്റ്റ് കൊറോളറി 9.4.5 നോക്കാം. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ലെറ്റ് എ സബ്സെറ്റ് ഓഫ് എക്സ് ബി എ സെറ്റ് ഇൻ എക്സ് സച്ച് ദാറ്റ് ഫോർ എവറി എഫ് ബിലോങ്സ് ടു എക്സ് സ്റ്റാർ ദർ എക്സിസ്റ്റ് എ കോൺസ്റ്റൻറ്റ് സി ഓഫ് എഫ് സച്ച് ദാറ്റ് സുപ്രീമം എക്സ് ബിലോങ്സ് ടു എ f of x norm f of mod f of x less than or equal to c of f, then a is a norm bounded. അതായത് there exists a constant c such that norm x less than or equal to c for every x belongs to a എന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ പ്രൂഫിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, ഒരു എക്സ് ബിലോങ്സ് ടു എ എടുത്തു. എന്നിട്ട് ഒരു ജെ എക്സ് എന്നുള്ളൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാണ്. അതെങ്ങനെ, ജെ എക്സ് ഫ്രം എക്സ് സ്റ്റാർ ടു എഫ് ആണ് ഡിഫൈൻഡ് ആസ് ജെ എക്സ് ഓഫ് എഫ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്നാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, ജെ എക്സ് ഒരു ലീനിയർ ഫംഗ്ഷനിലാവും. ആൻഡ് നോം ജെ എക്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു നോം എക്സ് എന്ന് നമുക്ക് കിട്ടുകയും ചെയ്യും. അങ്ങനെ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ടേക്ക് എ ആൽഫ ഓഫ് എക്സ് ഓവർ ആൽഫ. ഇതെന്തായിരിക്കും, സെറ്റ് ഓഫ് ഓൾ ജെ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എ ആയിട്ടുള്ള അങ്ങനത്തെ സെറ്റുകളായിരിക്കും ഈ എ ആൽഫയുടെ സെറ്റ് എന്ന് പറയുന്നത്. ഇനി അതിന് സുപ്രീമം കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും, അതായത് അതിനല്ല, സുപ്രീമം എക്സ് ബിലോങ്സ് ടു എ മോഡ് ജെ എക്സ് ഓഫ് എഫ് ഇസ് ഈക്വൽ ടു, അതിന് നമുക്ക് എന്തെന്ന് കിട്ടും, സുപ്രീമം ഓവർ എക്സ് ബിലോങ്സ് ടു എ മോഡ് എഫ് ഓഫ് എക്സ്. അതായത് ജെ എക്സ് ഓഫ് എഫ് എന്താണെന്ന് നമുക്കറിയാം, എഫ് ഓഫ് എക്സ് ആണല്ലോ. അപ്പോൾ സുപ്രീമം ഓവർ എക്സ് ബിലോങ്സ് ടു എ മോഡ് എഫ് ഓഫ് എക്സ് ഇതെന്തിനെക്കാട്ടും ചെറുതായിരിക്കും, ലെസ് ദാൻ ഈക്വൽ ടു എഫ് ആയിരിക്കും എപ്പോഴും ഫോർ എനി എഫ് ബിലോങ്സ് ടു എക്സ്. എന്നിട്ട് ഇതിൽ നമ്മൾ 9.4.3 അതായത് ബനാക്-സ്റ്റെയ്ൻഹോസ് തിയറം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ തിയറം പറയുന്നത് എന്താണ്, അവിടെ ഒരു സി ഉണ്ടായിരിക്കും. ആൻഡ് നോം ജെ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഈ സി ആയിരിക്കും. അവിടെ നോം എ ആൽഫ ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി നോം എക്സ് എന്നായിരുന്നു. ഇവിടെ വരുമ്പോൾ ആ ഫംഗ്ഷൻ, അതായത് ജെ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി. അങ്ങനെ നമുക്ക് എന്ത് കിട്ടും, നോം ജെ എക്സ് എന്ന് പറയുന്നത് നോം എക്സ് ആണെന്ന് നമുക്കറിയാം, ഓൾറെഡി നമ്മളിവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ മുകളിൽ. അപ്പോൾ നോം എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ഫോർ എവറി എക്സ് എന്ന് കിട്ടി. അതായത് ഇവിടെ കേട്ടോ, ഇവിടെയാണ് അതൊക്കെ വരുന്നത്. ഞാൻ നീക്കാൻ മറന്നുപോയില്ല. ഇവിടെയാണ് ഇതാ ജെ എക്സ് ഡിഫൈൻ ചെയ്തു, ലീനിയർ ഫംഗ്ഷനിലാന്ന് കിട്ടി. എന്നിട്ട് നോം ജെ എക്സ് ഈക്വൽ ടു നോം എക്സ് ആണെന്ന് കിട്ടി. സുപ്രീമം എടുത്തു, എന്നിട്ട് അതിങ്ങനെ കിട്ടും. എന്നിട്ട് അതൊക്കെ ഇവിടെ കൊടുത്തു കഴിയുമ്പോൾ ജസ്റ്റ് ആ തിയറം അപ്ലൈ ചെയ്യുന്നു, കഴിഞ്ഞു. അത്രയേ ഉള്ളൂ കൊറോളറി 9.4.5.